ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളച്ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ചൂര ഇറക്കാൻ വേണ്ടി പഠിപ്പിച്ച് തരുമോ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ പുറകെ കുറേ തവണ നടന്നിട്ടുണ്ട്. അമ്മ എന്നെ പഠിപ്പിച്ചൊന്നും തന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഇന്ന് ചൂരമീൻ വെക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ നോക്കി വെട്ടുന്നതൊക്കെ നോക്കി പഠിച്ചിട്ട് അതെല്ലാം വെട്ടി നല്ലപോലെ കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കണം. ഒരു 3 വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇതൊരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കാണ് നമ്മൾ മാറ്റേണ്ടത്. അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഞാനിത് യൂട്യൂബ് നോക്കിയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് വയ്ക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഇളക്കിയിട്ട് മുളക് പൊടി ആവശ്യത്തിനിടണം. പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മസാലയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഒരു പച്ചമണം മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് മാറ്റി വയ്ക്കണം. പിന്നെ ഞാൻ കുറച്ച് 3 പുളിക്കുടമ്പുളി എടുത്തിട്ട് അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലപോലെ കഴുകിയിട്ട്. അത് കഴിഞ്ഞ് വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവാളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ വെച്ച മിക്സ് തണുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ വീത്തിയിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം. വേറൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ വീത്തിയിട്ട് അരിഞ്ഞ് വച്ചേക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തത്. ഇത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ലേശം ഉപ്പും കൂടെ ഇട്ടാൽ പെട്ടെന്ന് സെറ്റായിട്ട് വരും. അങ്ങനെ അതും കൂടെ നല്ലപോലെ ചെയ്തതിന് ശേഷം നല്ലപോലെ വഴറ്റി എണ്ണ നല്ല തെളിഞ്ഞ് വരുന്ന ടൈമിൽ ഈ മിക്സ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ കരിഞ്ഞു പോവും. നല്ലപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർക്കണം. ഞാൻ ഇവിടെ കുടംപുളി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും ചേർത്ത് കുടംപുളി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കഷ്ണങ്ങളെല്ലാം വെച്ചിട്ട് അടച്ച് വെക്കണം. അതിനിടയ്ക്ക് കുറച്ച് മരിച്ചിനി അരിഞ്ഞിട്ട് അതും ഇളക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചു. ആ സമയത്ത് തന്നെ നമ്മുടെ മീൻ വെന്തിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ വെള്ളം കൂടിപ്പോയെന്നാണ് വിചാരിച്ചത്, പക്ഷേ സെറ്റായിരുന്നു. വെള്ളമൊന്നും കൂടിപ്പോയില്ല. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതിനെ മാറ്റി വെച്ചു. കുറച്ച് കഴിഞ്ഞ് ഞാൻ പോയി തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുറച്ച് മരിച്ചിനെ ഇളക്കി കീര ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കീര നല്ലപോലെ കഴുകിയതിന് ശേഷം അരിഞ്ഞെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് കീരയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് ഇളക്കി മുളക് പൊടിയും കൂടെ ഇട്ട് തേങ്ങയും കൂടെ ഇട്ട് കീര റെഡിയാക്കി എടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.